ഹലോ ഗായ്സ്, നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നില്ലേ ഒരു ചിക്കൻ സോസേജ് ഫ്രൈ മസാലയാണ് കേട്ടോ. ചിക്കൻ സോസേജ് ഫ്രൈ മസാല ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് ഉണ്ടാക്കി കാണും, പക്ഷേ ഫ്രൈ മസാലയായിട്ട് ഉണ്ടാക്കിയോ? ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഇങ്ങനെയല്ല, വെറുതെ മുറിച്ചിട്ട് സാധാരണ അങ്ങ് ഉണ്ടാക്കുക. പക്ഷേ ഇന്ന് ഞാൻ ഫ്രൈ മസാല ആക്കാൻ തീരുമാനിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ സോസേജ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. പാന അടുപ്പ് വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നല്ലത് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ ചിക്കൻ്റെ സോസേജ് കുറേ ചേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വറുത്ത് പോകാം നമുക്ക്. നോക്കിക്കേ, ഞാനിതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് കണ്ട, വറുത്ത് വെച്ചേക്കുന്ന കണ്ട. ഇനിയാണ് നമ്മളിത് മസാലയാക്കുന്നത്. നമ്മൾ വറുക്കുന്നതിന് മുമ്പേ നോക്കിയപ്പോൾ കുറേ ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ വറുത്ത് കഴിഞ്ഞപ്പോൾ നോക്കിക്കേ അതിൻ്റെ പകുതിയേ ഉള്ളൂ. അതാണ്. ഇനി നമുക്ക് മസാലയാക്കാം കേട്ടോ. ഇനി ഞാനൊരു പാന് അടുപ്പ് വെച്ചിട്ടുണ്ട്, അത് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി 2-3 ഏലക്കായും 2-3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. അപ്പം തന്നെ നമുക്കിപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴണ്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട്, ഒന്നും വിചാരിക്കണ്ട. കറിവേപ്പില എനിക്ക് നിർബന്ധമായിട്ടും കുറച്ച് കൂടുതൽ വേണം കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് നമ്മൾ ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്ര അങ്ങ് ചെറുതായിട്ടല്ല, കണ്ട ഈ ഒരു കോലത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ട നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട തുള്ളി വഴന്ന് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇടാനുള്ളതേ ഒരു ചിക്കൻ മാഗിയുടെ ക്യൂബ്സാണ്. കണ്ട നോക്കിക്കണ്ട, ഇതുപോലെ ഇതൊരെണ്ണം ഇട്ട് കൊടുക്കുക. അതെ, നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലേ, എല്ലാവരും ഇതിനെ കാണുമ്പം ഒന്ന് ഞങ്ങളെ സഹായിക്കണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്താ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തിയേക്കണേ കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അന്നേരം ഞങ്ങൾ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളും കൂടെ ഒക്കെ വരട്ടുന്നേ. ഞങ്ങൾ പുതിയ പിള്ളേരല്ലേ, അപ്പം നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടായോ? അപ്പം നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം കേട്ടോ. ഇത് കാണുമ്പോഴും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ മസാല കണ്ടോ, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇച്ചിരി ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും മസാല നമുക്ക് വേണ്ടത് കേട്ടോ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയെല്ലാം നല്ലപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 തക്കാളിയുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്താലോ. ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ ഗ്ലൗസ് ഇട്ടേന്നല്ലേ. ശരിയാണ്, എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് എടുത്തിട്ടിട്ട് കയ്യിൽ കേട്ടോ. ഗ്ലൗസേ ഇട്ടത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം, അത്രയും വെള്ളം മതി. വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല. കാര്യം നമ്മൾ ഉപ്പിടാഞ്ഞെന്ന് വെച്ചാൽ ഈ സോസേജിന് നല്ല ഉപ്പുണ്ട്. രണ്ടാമത്തെ നമ്മൾ പിന്നെ ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുത്തില്ലായിരുന്നു, അതിനും നല്ല ഉപ്പുണ്ട്. അതും കൂടെ നോക്കിയതിന് ശേഷം ഉപ്പിടാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. കണ്ട, ഞാൻ ഇത്രയും മസാലയുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ശകലം ഉപ്പിട്ട് കൊടുക്കാം. ശകലം മാത്രം മതി കേട്ടോ, ഒത്തിരി ഉപ്പൊന്നും വേണ്ട, ഇച്ചിരി മാത്രം. കണ്ട, നമ്മൾ മസാലയെല്ലാം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട, എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നോക്കിക്കേണ്ട, ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സോസേജ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെ, നോക്കിക്കേ, കണ്ട എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി മിക്സാക്കാം. എൻ്റെ ഒരു കയ്യിലെ ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇളക്കാനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കട്ടെ. കറിവേപ്പില ഇട്ട് കൊടുത്തു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ സോസേജ് എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ മസാല ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി മല്ലിച്ചപ്പും പുതിയനെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം. അങ്ങോട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് നമുക്കിത് ഒരുപാട് തിളച്ച് വേവേണ്ട ആവശ്യമില്ല കേട്ടോ. സോസേജ് ഓൾറെഡി നല്ല വെന്തിട്ടുള്ള സാധനമാണ്. ഇനി എങ്ങനെയുണ്ട് നമുക്ക് മൂടി അങ്ങ് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. നമ്മുടെ സോസേജിൻ്റെ കൂടെ കഴിക്കാൻ ഇന്ന് അപ്പത്തിന് ഇറച്ചി വെച്ചതാണ് കണ്ട. മാവ്
ഒരു 3 മണിക്കൂറായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നല്ലപോലെ പൊങ്ങിയിട്ട് കണ്ടോ നോക്കിക്കേ. നമുക്ക് അപ്പം കൂടെ ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് അപ്പം എന്തോന്ന് നോക്കാം കേട്ടോ. അടിപൊളി നോക്കിക്കേ. ചട്ടിയിൽ നിന്നെല്ലാം വിട്ട് മാറിയിട്ടുണ്ട് കണ്ട. അടിപൊളിയായിട്ടപ്പം നമുക്ക് കിട്ടും കേട്ടോ. കണ്ട നല്ല സൂപ്പർ അപ്പം കിട്ടിയിട്ടുണ്ട് കണ്ട. നോക്കിക്കേ, നമുക്കിതെല്ലാം ഇതുപോലെ അതിനെ ചുട്ടെടുക്കാം കേട്ടോ. നമ്മുടെ വെള്ളയപ്പം എല്ലാം നല്ലപോലെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചോണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് റെസിപ്പി എല്ലാം മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണേ. അപ്പം ഈ ചിക്കൻ്റെ നമ്മുടെ സോസേജിൻ്റെ മസാലയും വെള്ളയപ്പവും നല്ല ടേസ്റ്റ്, അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ കഴിക്കാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ വേണ്ട. എല്ലാവർക്കും കൊതി വരുന്നുണ്ടോ? എന്നാൽ പിന്നെ എല്ലാവരും വായോ, കഴിക്കാനുണ്ട്, തരാം. ഓക്കെ, വെള്ളയപ്പമുണ്ട്, കറിയുണ്ട്, ഏത്തക്കയുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, വരുന്നവരെല്ലാവരും വന്നോ. അപ്പോൾ ടാറ്റാ ബൈ, നാളെ കാണാം.